പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം തള്ളി CPIM. സെക്രട്ടറി CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത്. ഒരു വ്യക്തിയുടെയും വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടില്ല. പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ച സമയത്ത് ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനും ഇതേ അക്കൗണ്ടാണ് ഉപയോഗിച്ചതെന്നും CPIM. ഒന്ന് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ CPIMന്റെ ആളല്ല, അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി CPIMനെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ചെലവ് ആരാണ് നിർവഹിക്കുന്നത്? കോൺഗ്രസ് അല്ലേ. ആ ചെലവ് നിർവഹിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചല്ലേ. അങ്ങനെ ചെയ്യുന്ന വി കുഞ്ഞികൃഷ്ണൻ CPIMനെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. പിന്നെ അദ്ദേഹം പുറത്തുവിട്ട രേഖ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ പുറത്തുവിട്ട രേഖ എന്ന് പറയുന്നത് KP മധു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അതേ അക്കൗണ്ട് ആണല്ലോ വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയപ്പോൾ അതേ അക്കൗണ്ട് തന്നെയാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായി, സാധാരണ നിലയിൽ ഏരിയ സെക്രട്ടറി ആ ചുമതല മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ആ അക്കൗണ്ട് തൊട്ടടുത്ത ഏരിയ സെക്രട്ടറിക്ക് മാറ്റി കൊടുക്കണം. വി കുഞ്ഞികൃഷ്ണൻ ആ ചുമതല മാറിയിട്ട് കാലം കുറയായി. ഇപ്പോഴും ആ അക്കൗണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ പേരില്ല. അർജുൻ കല്യാട് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ CPIMന് ഉയർത്തിയ വെല്ലുവിളി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിനൊക്കെ മറികടന്ന് പ്രചാരണത്തിൽ വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ ഇതാ രേഖകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അത് എത്രത്തോളം വലിയ വെല്ലുവിളി വീണ്ടും ഉയർത്തുന്നുണ്ട്? CPIMനെ സംബന്ധിച്ച് എങ്ങനെ പ്രതിരോധിക്കുന്നു പാർട്ടി? എല്ലാം തന്നെ CPIM തള്ളുകയാണ്. നേരത്തെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആരോപണം, അല്ലെങ്കിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉൾക്കൊള്ളിച്ചതാണ്. ഇപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ ആരോപണം ഉന്നയിക്കുന്നു എന്ന തരത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയതായി ഒന്നും തന്നെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടില്ല. പണം എത്തിയത് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടിലേക്കാണ്. വി കുഞ്ഞികൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയിട്ടും അക്കൗണ്ട് മാറ്റി നൽകാൻ വി കുഞ്ഞികൃഷ്ണൻ തയ്യാറായിട്ടില്ല. സാമാന്യ ബോധമില്ലാത്ത ആരോപണമാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത്. പുതിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ വിഡ്ഢികളാക്കാനാണ് വി കുഞ്ഞികൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് KK രാഗേഷ് പറയുന്നത്. അതോടൊപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി CPIMനെ വിമർശിക്കാനോ CPIMനെ ഇനി തെറ്റിദ്ധരുത്താനോ വരേണ്ടതില്ല. പാർട്ടി അംഗങ്ങളെയും അണികളെയും പ്രവർത്തകരെയും ആ നാട്ടിലെ ജനങ്ങളെയും ഒക്കെ തന്നെ CPIM അക്കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുഞ്ഞികൃഷ്ണൻ വ്യക്തത വരുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിരിച്ചെടുത്തിട്ടുള്ള പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ബോർഡ് തയ്യാറാക്കുകയും പോസ്റ്ററുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്നത് UDF ആണ്. അതിനുള്ള പണം, വയനാട് ദുരിതാശ്വാസത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം കൂടി CPIMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തുന്നുണ്ട്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ ഒരു തെളിവുകൾ സഹിതം താൻ ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു Facebook പേജിലൂടെ പുതിയ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് KK രാഗേഷ് വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ, അതായത് CPIM ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പണം കളവ് നടത്തണമെന്നുള്ള ഉദ്ദേശമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് നേരിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതില്ല. ഒരു പേ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് കൈപ്പറ്റാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഈ ആരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ആരോപണത്തിലൂടെ എന്നുള്ളതാണ് KK രാഗേഷ് പറയുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ് CPIM. ആര്യ, ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു വി കുഞ്ഞികൃഷ്ണനെതിരെ CPIM. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.